ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ കുറച്ച് ഗോൾസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ കുറച്ചൊരു 10-11 ഗോൾസ്, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെങ്കിൽ പോലും അതൊന്ന് എഴുതി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ചെറിയ മോട്ടിവേഷൻ കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുക. ഏകദേശം 58 കിലോ ഉണ്ട്. അതൊരു 52 കിലോയോളം ആക്കണം. അത് ഓഗസ്റ്റ് മാസത്തെ ഗോളിനകത്ത് വെച്ചേക്കുക. ചിലപ്പം സെപ്റ്റംബറും കൂടെ എടുക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലീനിങ് മൊഡ്യൂൾ തയ്യാറാക്കണം. അത് ഏകദേശം തയ്യാറായിട്ടുണ്ട്. പിന്നെ നല്ലൊരു വീക്കിലി മീൽ പ്ലാൻ എല്ലാ ആഴ്ചയിലും ചെയ്യാറുണ്ട്. എന്നാലും അതൊന്ന് എഴുതി വെച്ചെന്നേ ഉള്ളൂ. എല്ലാ വീക്കിലും ഒരു മീൽ പ്ലാൻ തയ്യാറാക്കണം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നോവൽസ് വായിക്കുക എന്നുള്ളതാണ്. കുറഞ്ഞതൊരു 8 നോവലെങ്കിലും ഈ മാസം വായിക്കണം. ഇംഗ്ലീഷും നോവലും മലയാളം നോവലും. ഇപ്പോൾ ഇംഗ്ലീഷ് കുറച്ച് നോവൽസ് കയ്യിലിപ്പോൾ ഉണ്ട്. വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു നോവൽ, ഇപ്പോൾ നൊബേൽ പ്രൈസ് കിട്ടിയൊരു നോവല്. പിന്നെ കോളിൻ ഹൂവറിൻ്റെ കുറച്ച് നോവൽസ് കയ്യിലുണ്ട്. പിന്നെ സിൽവിയ പ്ലാത്തിൻ്റെ ബെൽജാർ, അതൊക്കെ ഇപ്പം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കണം. പിന്നെ മലയാളം നോവൽ പട്ടുനൂൽ പുഴു ഉണ്ട്, ഹരീഷിൻ്റെ. അതൊക്കെ ഒന്ന് വായിച്ചു തീർക്കണം. 8 നോവൽസെങ്കിലും വായിച്ചു തീർക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നോവൽസ് കേൾക്കുക. കുക്ക് എഫ്എമ്മിലൂടെ നോവൽ കേൾക്കുക. അടുക്കളയിലൊക്കെ നിൽക്കുന്ന സമയത്ത് വെച്ച് ഓരോ ദിവസം 1 മണിക്കൂർ വെച്ചൊക്കെ കേൾക്കുമ്പോൾ ചിലതൊക്കെ കുറച്ച് 12 മണിക്കൂർ, അങ്ങനെ ഓരോ മണിക്കൂറുകൾ കുറച്ച് സമയം ആ ഒരു അടുക്കളയിൽ നിൽക്കുന്ന സമയം ഈ നോവൽ കേൾക്കുമ്പം ആ ഒരു നോവൽ നമ്മൾ വായിച്ച ഒരു ഫീല് കിട്ടും. എന്നാൽ അടുക്കള ജോലി വിരസമായിട്ട് തോന്നത്തുമില്ല. പിന്നെയുള്ളതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഈവനിങ് റുട്ടീൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈവനിങ് റുട്ടീൻ അധികം അങ്ങോട്ട് ശരിയാവാറില്ല. അപ്പോൾ അത് നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഈവനിങ് റുട്ടീൻ സെറ്റ് ചെയ്യണം. പിന്നെ അതുവഴി റെഡ്യൂസ് ഓൺലൈൻ അഡിക്ഷൻ കുറയ്ക്കണം. നല്ലൊരു ഈവനിങ് റുട്ടീൻ സെറ്റ് ചെയ്താൽ വൈകുന്നേരമുള്ള ഓൺലൈൻ ഭയങ്കരമായിട്ടുള്ള ആ ഒരു സമയം നഷ്ടപ്പെടുന്നത് ലാഭിക്കാം. പിന്നെ 45 മിനിറ്റ് എക്സസൈസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഞാൻ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നൊരു കാര്യമാണ്, എവറി ഡേ സ്പെൻഡ് 15 മിനിറ്റ്സ് ഫോർ സെൽഫ് കെയർ. സെൽഫ് കെയറിന് വേണ്ടി ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ഞാൻ സ്വന്തം കാര്യമൊന്നും ശ്രദ്ധിക്കാതെ, ഈവൻ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പോലും ചിലപ്പോഴൊന്നും ശ്രദ്ധിക്കാതിരിക്കും. അതുപോലെ വേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഞാൻ ഒഴിവാക്കുന്നത്. പക്ഷേ ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്ത് അത് കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, സെൽഫ് കെയറിനും സെൽഫ് ലവിനും വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെയും കൂടി ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ക്ലീനിങ് മൊഡ്യൂള്, പിന്നെ നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ കാർബ് ഡയറ്റിലൂടെ പോകണമെന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അപ്ലോഡ് ലോങ് വീഡിയോസ് ഇൻ മൈ ചാനൽ. അതും എൻ്റെ ഒരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈ ഫുഡ് വീഡിയോസ് മാത്രം ഇടാതെ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള എന്ന് പറയുമ്പോൾ വായിച്ച ബുക്കിൻ്റെ റിവ്യൂവോ, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കുകൾ, അല്ലെങ്കിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ, അല്ലെങ്കിൽ പോട്ടെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് ഇൻ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്, അപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചും കൊണ്ടൊരു ലോങ് വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയാണ് എൻ്റെ ഓഗസ്റ്റ് മാസത്തെ പ്ലാൻ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക.